ശരണം അമ്മേ വന്ദേ കന്യാം കുമാരീം യമദിശി ജലധേ കൂലദേശേലസന്ധിം കോട്യാദിത്യപ്രകാശാം സുരഗണവിനുതാം സർവലോകപ്രപൂജ്യാം ഈശാനേ ബദ്ധചിത്താം പ്രഭൃതതരലസന്നാസികാമൗക്തികാഢ്യാം ഹസ്താബ്ജന്യസ്തഹാരാം സൃതജനവരദാമേവ ബാലാംബികാം താം. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 36-ാമത്തെ അധ്യായം ബ്രഹ്മതത്വം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ആ ബ്രഹ്മതത്വം അറിഞ്ഞവന് ആഗ്രഹങ്ങളില്ല, ഉണ്ടാവുന്നില്ല, ഭയമുണ്ടാവുന്നില്ല. രണ്ടുണ്ട് എന്നുള്ള ഭാവം മാറിക്കിട്ടണു. അപ്പോൾ ഭയമില്ലാതെ കണ്ടാവണു. അവൻ എന്നിലും ഞാൻ അവനിലും തന്നെ ഇരിക്കുന്നു എന്നുള്ള ഭാവന, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവന അവനിൽ ഉണ്ടാവണു. ഈ ജ്ഞാനം നേടിയവര് എവിടെ ഇരിക്കുന്നുവോ അവിടെ എന്നെയും കാണാൻ കഴിയും. ഈ ബ്രഹ്മതത്വം അറിഞ്ഞു കഴിഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിൽ ആരാണോ ഇരിക്കുന്നത് അവരുടെ കൂടെ ഞാനും എൻ്റെ കൂടെ അവരും എപ്പോഴും ഇരിക്കണു എന്ന് പറയുകയാണ്. ഞാൻ തീർത്ഥസ്ഥാനങ്ങളിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ എങ്ങുമല്ല വസിക്കുന്നത്, പിന്നെയോ ജ്ഞാനികളുടെ ഹൃദയകമലത്തിനുള്ളിലാണ്. ഇവിടെ പറയാണ്, നാഹം തീർത്ഥേന കൈലാസേ വൈകുണ്ഠോ വാനകർഹിജിൽ വസാമി കിന്തു മജ്ഞാനീ ഹൃദയാംഭോജമധ്യമേ എന്ന് പറയുന്നു. ഇത് തന്നെ നമുക്ക് കാണാം. നാരദനോട് ഭഗവാൻ പറയുന്നത്, നാഹം വസാമി വൈകുണ്ഠേ മുനീനാം ഹൃദയേവച മൽഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ഹേ നാരദ, നാഹം വസാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലോ ക്ഷേത്രങ്ങളിലോ തീർത്ഥസ്ഥാനങ്ങളിലോ അവിടെയൊന്നുമല്ല ഞാനിരിക്കുന്നത്. പിന്നെ എവിടെ ഇരിക്കണോ എന്ന് ചോദിച്ചാൽ, മൽഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ, എൻ്റെ ഭക്തന്മാരെവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്നെ കാണാം, അവരുടെ കൂടെ എന്നെ കാണാം. അപ്പോൾ ഭഗവാൻ വസിക്കുന്നത് ഭക്തനിലാണ് എന്ന് ഭഗവാൻ പറയണു. ഭക്തൻ പറയണു, ഞാൻ വസിക്കുന്നത് ഭഗവാനിലാണ്. അതുകൊണ്ടാണ് ഭക്തനും, അത്തരത്തിൽ എത്തിയിരിക്കുന്ന ഭക്തനും ഭഗവാനും ഒന്നു തന്നെയാണ്. അതിൽ ഭേദമില്ല, വ്യത്യാസമില്ല. ആ ഭക്തൻ തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് ഭക്തൻ എന്ന് പറയുക. എനിക്ക് കോടി പൂജ ചെയ്യുന്ന ഫലം കിട്ടും, എന്നെ അറിയുന്ന ആ ഭക്തനെ ഒരിക്കൽ പൂജിച്ചാൽ എന്ന് പറയാണ് ദേവി. അപ്പോൾ നമ്മളെക്കൊണ്ടൊക്കെ എന്തിനാണ് ഭക്തന്മാരെ കണ്ടാൽ, ജ്ഞാനപ്പാനയിലെ പൂന്താനം പറയുന്നുണ്ട്, എവിടെയൊക്കെ ഭക്തന്മാരെ നമ്മൾ കണ്ടുവോ, മഹാത്മാക്കളെ കണ്ടുവോ, ഉടനെ ഇതാ ലജ്ജ വിട്ട് അവരെ വന്ദിക്കണം. എവിടെയായാലും നീണ്ടു നിവർന്ന് ദണ്ഡനമസ്കാരം ചെയ്യണം. അതിലൊന്നും ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം, പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ കലിയുഗത്തിലെ ദേവിയുടെ സ്വരൂപമോ ഭഗവാന്റെ സ്വരൂപമോ നമ്മുടെ മാംസ ചക്ഷുക്കളെ കൊണ്ട് കാണാൻ
ഉള്ള ഭക്തി അത്രത്തോളം നമ്മളിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഭക്തി അത്തരത്തിൽ നമുക്ക് വളരാൻ കഴിയുമോ എന്ന് ഉള്ള കാര്യവും സംശയമാണ്. അനേക കോടികളിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവാം, ഇല്ല എന്ന് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ബഹുകോടികളിൽ അങ്ങനെയൊക്കെ ഒരു വ്യക്തി ഉണ്ടാവാം, ഒരു ഭക്തനുണ്ടാവാം. പക്ഷെ ആ ഭക്തന്മാരും നമുക്കൊന്നും കാണപ്പെടുന്നില്ല. അവരിതാ ഈ പറഞ്ഞ മാതിരി ഹിമാലയത്തിലോ അതേമാതിരിയുള്ള ഏതെങ്കിലും പർവ്വതങ്ങളിലൊക്കെ, നമ്മളൊന്നും എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ ഗുഹകളിലും മറ്റും ആരുമായിട്ട് ഈ സംസാരമായിട്ടോ മറ്റും യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാതെ കണ്ട് എല്ലാം വിട്ടുകൊണ്ട് അതാ ഇങ്ങനെ വിശപ്പോ ദാഹമോ ചൂടോ ഉഷ്ണമോ തണുപ്പോ മറ്റൊന്നും തന്നെ അറിയാതെ കണ്ട് സ്ഥല കാല ശരീരബോധങ്ങളെയെല്ലാം മറന്നുകൊണ്ട് അവരങ്ങനെ ഏകാന്തത്തിൽ ഇതായി ആത്മജ്ഞാനികളായിട്ടുള്ളവരൊക്കെ സമാധിയോഗത്തിൽ ഇരുന്നു കൊണ്ട്, ധ്യാനയോഗത്തിൽ ഇരുന്നു കൊണ്ട് ആ ആത്മതത്വത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ആനന്ദം, പരമാനന്ദം അല്ല, അതിനുമുള്ളിലുള്ള ബ്രഹ്മാനന്ദം എന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്, തുരീയാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവരെല്ലാം സദാ ആഗ്രഹങ്ങളില്ലാത്തവരായിക്കൊണ്ട് ശോകമോഹ ഭയങ്ങളെയെല്ലാം ഒന്നും ഇല്ലാതെ കണ്ട് അവരെല്ലാം വർത്തിക്കുന്നു. അങ്ങനെയുള്ളവരൊക്കെ കാണുക എന്നുള്ളത് ദുർലഭമാണ്. നീ കണ്ടാലോ പിന്നെ ഭഗവാനെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ദേവി എന്നെ കാണേണ്ട ആവശ്യമില്ല, അവരെ കണ്ടാൽ മതി. കാരണം അവരാണ് ഞാൻ തന്നെയാണ് അവരും. അവരിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് അവരോ ഭിന്നമല്ല എന്ന് പറയാം. അതാണ് മഹാത്മാക്കളെയൊക്കെ കണ്ടാൽ നമസ്കരിക്കൂ, ആദരിക്കൂ എന്ന് പറയാനുള്ള കാരണം. കുറേയൊക്കെ ആത്മജ്ഞാനികളായിട്ടുള്ള അവരിൽ നമുക്കൊന്നും ആ തലത്തിൽ ഭക്തി വളർത്താനോ എത്താനോ കഴിഞ്ഞില്ലെങ്കിലും അവരുടെയൊക്കെ പാദസേവ ചെയ്തുകൊണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്കും മുക്തി നേടാൻ കഴിയുമെന്ന് പറയാം. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ, ഭഗവതി അനുഗ്രഹിച്ചാൽ മതിയല്ലോ നമുക്ക് മുക്തി കിട്ടാൻ. അപ്പോൾ അത്തരത്തിലുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹവും ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ്. ചിത്തലയം പ്രാപിച്ചിട്ടുള്ള അത്തരം മഹാത്മാക്കളെ, ജ്ഞാനികളെ വസിക്കുന്ന സ്ഥലം തന്നെയാണ് പുണ്യഭൂമി. ഹേ ഹിമവാനെ, അവിടുന്ന് ചോദിച്ച ആത്മവിദ്യയെ പറ്റിയിട്ട് ഞാൻ സമഗ്രമായിട്ട് ഇത് അങ്ങേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി പറയാൻ ബാക്കിയായിട്ടൊന്നുമില്ല. ഇത് എന്നിൽ ശ്രദ്ധാഭക്തിയുള്ള ഒരുത്തനല്ലാതെ മറ്റാർക്കും ഉപദേശിക്കരുത്. ആർക്കാണോ എന്നിലും പരമേശ്വരനിലും അതുപോലെ ഗുരുവിലും ഉത്തമമായിട്ടുള്ള ഭക്തിയുള്ളത് അവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള ഈ ഉപദേശങ്ങൾ ഉപദേശിക്കാവൂ. കാരണം അവരിൽ മാത്രമേ ഇത് പ്രകാശിക്കുകയുള്ളൂ എന്ന് പറയാണ്. കാരണം നമ്മൾ എന്തൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അതിൽ ശ്രദ്ധാഭക്തി ഉണ്ട് എന്നുണ്ടെങ്കിലല്ലേ അത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് സാധാരണ